ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിൽ തന്നെ നമ്മൾ ഇരുന്നാലും എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പം ഈ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. വെക്കേഷൻ മൊത്തം വീട്ടിലായിരുന്നു, എൻജോയ്മെൻ്റ് ഒന്നുമില്ല. അപ്പം നമ്മൾ നേരെ പുറത്തോട്ട് പോവുകയാണ്. ബസ്സിനകത്ത് ഇരിക്കുകയാണ്. ഞാൻ, ചേച്ചി, അമ്മയാണ് പോകണേ. ഇത് നമ്മുടെ അടുത്തുള്ളൊരു പഴക്കടയായിരുന്നു. അതിപ്പോൾ അടച്ച് പൂട്ടി. സങ്കടമുണ്ട്. അത് കുറച്ച് ദൂരമായിട്ട് മാറ്റി, അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ്. പിന്നെ ഈ കടയൊക്കെ എന്തിനാണെന്ന് തോന്നി ഇതൊക്കെ കാണിച്ച്. ഇത് ഞാനാട്ടോ, ഇതിൻ്റെ പുതിയ ഔട്ട്ഫിറ്റാണ്. എങ്ങനെയുണ്ട്, തയ്പ്പിച്ചതാണ്. ഞാൻ ബസ്സിൽ നിന്ന് എടുത്തതൊന്നും എനിക്ക് കിട്ടിയില്ല, വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. പാളയത്തിറങ്ങി നടക്കാൻ തുടങ്ങി ഞാൻ, അമ്മ, ചേച്ചി. അങ്ങനെ നമ്മൾ നടന്ന് നമുക്ക് എത്തണ്ടേ, ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ. അവസാനം നമുക്ക് ആ ഒരു കുറുക്ക് വഴി കിട്ടി. എങ്ങനെയെങ്കിലൊക്കെ നമുക്കവിടെ എത്തണമല്ലോ. അപ്പം ആ സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ളൊരു ബസ് സ്റ്റോപ്പിലോട്ടാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുന്ന് നടത്താണ്, നിൽക്കുന്നില്ല. എപ്പോഴും നടത്തോ അത് തന്നെ നമ്മുടെ ഒരു ജേണി. നടന്ന് നമുക്ക് കുറച്ച് നേരം ബസ് കാത്ത് നിന്ന് കിട്ടിയില്ല. അവസാനം നമ്മൾ ബസ്സിനോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഓട്ടോ അങ്ങോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്തു. ഇപ്പം ഇതിനെത്ര, നമ്മൾ വണ്ടിക്കാശ് എത്രയായി? 150 രൂപ, 3 പേർക്കും കൂടി 150 രൂപ. ഓരോരുത്തർക്ക് 50 വെച്ചാണെന്ന് തോന്നണോ അങ്ങേര് കൂട്ടിയത്. എന്തെങ്കിലും ആവട്ടെ, അത്രയും ദൂരം കാണുമായിരിക്കും. നല്ല സൺറൈസൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. നല്ല വൈബ് അടിച്ച് പോകാൻ പറ്റി, നല്ല രസമായിരുന്നു. നമ്മളൊക്കെ ഒരുമാതിരി ഓറഞ്ച് കളർ കണക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ചേച്ചി അമ്മ ഇരിക്കുക, ഞാൻ അറ്റത്തിരുന്ന. നല്ല രസമല്ലേ സൺറൈസ്. ഇങ്ങനെ താന്ന് പോകുന്നതാണ്, നല്ല രസമാണ്. ഒന്ന് വെള്ളത്തിൽ കാല് നനയ്ക്കാൻ പോലും എനിക്ക് പറ്റില്ല, അതാണ് എൻ്റെ വശം. അവസാനം നമ്മൾ വെട്ടുകാട് പള്ളിയിലെത്തി. വെട്ടുകാട് പള്ളിയിലാണ് പോയത്. 2 പള്ളിയിലായിട്ട് പോയി. ഒന്ന് മറ്റേ അവിടുത്തെ പള്ളി, പേര് പറഞ്ഞു, പക്ഷേ പള്ളിയിൽ പോയി. ഇത് ഞാനാണ് കടലിൽ നോക്കി നിന്നിട്ട് ഇങ്ങ് തിരിച്ചു വന്നു, അതാണ് എൻ്റെ അവസ്ഥ. ഇത് ഞാൻ, അമ്മ, ചേച്ചിയുണ്ട്. ചേച്ചി ഇവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അതിനെന്ന് വെച്ചില്ല. പിന്നെ ഞാനൊരു സാൻഡ്വിച്ച് എടുത്തു. ബാക്കി എന്തെടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. സാൻഡ്വിച്ച് എടുത്തു, ഫുഡ് കഴിച്ചിട്ടില്ല. അതേ കണക്ക് എനിക്ക് വിഷ്വൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് വിഷ്വലായിരിക്കും ഇനി ഇടാൻ പോകുന്നത്. ഞങ്ങൾ അവസാനം എന്ത് ചെയ്തു, കുറേ നേരം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ് കാത്തു. എത്ര മണിക്കൂർ നിന്നോ, 2 മണിക്കൂറോളം ഒരു ബസ് സ്റ്റോപ്പിൽ നോക്കി നിന്ന്. അവസാനത്തെ ഒരു ബസ് കിട്ടി. അതെന്തോ ഒരു ബൈ ചാൻസിൽ കിട്ടിയത് ലോട്ടറി. അതിൽ തിക്കും തിരക്കെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 30 പേരെങ്കിലും അതിൽ കയറി കാണും. 30, 40, 45 അത്രയും പേര് കയറി കാണും. അതിൽ എത്രയും പേരെ നടുക്ക് നമ്മൾ 3 പേര്. പൊന്നേറ്റി ഇരുന്ന് ഞാൻ നെരുങ്ങി. അയ്യോ, തിക്കും തിരക്ക് സത്യം പറയാമല്ലോ, നല്ല ഇതാണ്. നല്ല തലവേദന എടുക്കും, നട്ടലുവേദന എടുക്കും. തട്ടയും മുട്ടയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് വേദന എടുക്കും. അടുത്ത് നിന്ന് മൊത്തം ലേഡീസ് ആവുന്നത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഞാൻ തിക്കും തിരക്കി നമുക്ക് പറ്റില്ല. നമ്മൾ ഈസ്റ്റോട്ടിലോട്ടുള്ള ഒരു ഇതിൽ ടിക്കറ്റാണ് എടുത്തത് ആദ്യം. പിന്നെ വിചാരിച്ചു അത് പാടെ ഉപേക്ഷിച്ചു. ഞങ്ങൾ അത്രത്തോളം ഇതിലോട്ട് പോകേണ്ടതെങ്കിൽ ഇനി തിക്കും തിരക്കും കാണുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ പാളയത്തങ്ങ് ഇറങ്ങി. പാളയത്തിറങ്ങിയിട്ട് ഒരു ലൈം കുടിച്ചു. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് യാത്ര. എന്നിട്ട് നമ്മൾ യാത്രയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നപ്പോയി. പാളയത്തെത്തി. പാളയത്തുള്ളൊരു കടയിൽ കയറി ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നടന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും വോയിസ് കട്ടായി പോയതാണ്. അപ്പം ഞാനല്ല, ചേച്ചി പിടിച്ചു ഓട്ടോ പിടിച്ചിട്ട്. ആ ചേച്ചിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എൻ്റെ കയ്യിൽ കുറച്ചേ ചാർജുള്ളൂ, അമ്മയുടെ ചാർജുണ്ട്. ഞങ്ങളൊരു സ്ഥിതിയിലായിരുന്നു. അവസാനം ഓട്ടോ പിടിച്ച് 120 രൂപ എന്തോ ആയി. ഇങ്ങോട്ട് എത്തണ്ടേ, വീട്ടിലോട്ട് എത്താൻ വേണ്ടി ഇത്രയും പൈസയായി. ഞാൻ ഓട്ടോ കിടന്ന് ഉറക്കമായിരുന്നു. പകുതി കണ്ണടച്ച് പകുതി ഉറക്കമായിരുന്നു. പിന്നെ അതൊരു ഉത്സവത്തിൻ്റെ അവിടെ വലിയൊരു സൗണ്ട് കേട്ടപ്പോഴാണ് ഞാനിട്ട്. അപ്പോഴത്തേക്കൊരു വീടെത്താറായി. ഞാൻ രക്ഷപ്പെട്ടു. അപ്പം എനിക്കാണെങ്കിൽ സന്തോഷം, ഹാപ്പി ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് ഞങ്ങൾ പോയി.
അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വീഡിയോ ബ്ലോഗ് എടുക്കണം. എൻ്റെ ചേച്ചിയും അമ്മയും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബ്ലോഗ് എടുക്കണം. എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത് എനിക്ക് റിപ്പീറ്റ് കണ്ടൻസാണ്. അതായത് വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ല, 5 മിനിറ്റേ ഉള്ളൂ. കാരണം എനിക്ക് ആൾക്കാരെ കാണാൻ പേടിയാണ്, അവർ എന്തെങ്കിലും വിചാരിക്കുമോ. ഞാൻ ഒറ്റയ്ക്കല്ലേ വീഡിയോ ഫോൺ എടുക്കണതും ഒക്കെ ചെയ്യണം. ചേച്ചി അമ്മ അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കണേന്നും. അപ്പം ഞാൻ ഇവരെ ബാക്കിൽ പോകണതാ, ഇവരെ ബാക്കിലല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെ അറിയാൻ? ഇവർ വർത്താനം പറഞ്ഞ് നടക്കുക, ഞാൻ വീഡിയോ ഇങ്ങനെ അറ്റവും മൂലയൊക്കെ എടുക്കുക. അതാണ് എൻ്റെ പ്ലാൻ. എടുത്തത് നിങ്ങൾക്ക് ഞാൻ ചുമ്മാ ഒരു നേരം പോക്കിനെ എടുത്തതാണ്. എങ്ങനെയുണ്ടെന്ന് പറയുക. അടുത്ത ഏതെങ്കിലും ഒരു ബ്ലോഗ് ഞാൻ ഇടുമ്പോൾ ലെങ്ത് ആക്കാൻ നോക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ.